ഗുഡ് മോർണിംഗ്. ഇരിക്ക് കുട്ടി ഇരിക്ക്. ദച്ചു ഇന്ന് പഠിക്കാനായിട്ട് പോവാണേ. ദച്ചു ഗുഡ് ഹാബിറ്റ് എന്തൊക്കെയാന്ന് പറഞ്ഞേ. ഗുഡ് ഹാബിറ്റ് സ്കൂളിൽ പോവണം, കളിക്കണം, ഇത് മൊബൈൽ കഴിക്കണം, പല്ല് കഴിക്കണം, കുളിക്കുക, പുണ്ടിരിക്കുക, പഠിച്ചൊക്കെ. ഇത്രേ ഉള്ളോ? ഇതാരാന്ന് നമ്മൾ ഇന്നെന്താണ് പറയാൻ പോകുന്നത്? നമ്മുടെ അവർ ഗ്രേറ്റ് ലീഡേഴ്സ് ആരൊക്കെയാന്നാ പറയാൻ പോണത്. ഇത് ആരാ ദച്ചു? ഇതാരാ? ജവഹർലാൽ നെഹ്റുവിന് എന്താണ് ഇഷ്ടം? ഇതാരാണ്? ഇതോ? ഇന്ദിരാഗാന്ധിയുടെ മകന്റെ പേരെന്താ? വെരി ഗുഡ്. ഇതാരാണ്? ഇത് സൂപ്പർ. ഈ കുട്ടി ഒന്നും പഠിക്കുന്നില്ല കേട്ടോ. നേരെ ഈ കുട്ടി ഒന്നും പഠിക്കാതെയാണ് വരുന്നത്. ഇന്നലെ പഠിപ്പിച്ചതൊന്നും പഠിക്കാതെയാണോ കുട്ടി വന്നത്? അതെന്ത് പറ്റി? ഇന്നലെ എന്ത് പറ്റി? അമ്മ പഠിപ്പിച്ചു തന്നില്ലേ? അതെന്താ? ആണോ? എന്നിട്ട് കുട്ടി പഠിച്ചില്ലേ? അതെന്താണ്? ഏത് മാത്രമാണ് കുട്ടി പഠിച്ചത്? പിന്നെ രാത്രി പഠിച്ചോ? രാത്രി എന്തൊക്കെയാ പഠിച്ചോ? തൊട്ട് കാണിച്ചേ. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ദച്ചു ഇതാരാന്ന് പറഞ്ഞേ. ഇത് ദച്ചുവിനറിയാം. ഇതോ അത് പറയണോ? ഇത് പറഞ്ഞ ആരാ? ഡോക്ടർ ഇതാണെങ്കിലോ? ഇതോ? മിടുക്കി. ഇതോ? ഇത് ബാല. ഓക്കെ. ഇതാരാണ്? അറിയില്ല. ഓക്കെ, വെരി ഗുഡ്. വെരി ഗുഡാ, നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞ ഇതാണ് ചട്ടമ്പി സ്വാമിയാണ് ദച്ചുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറയും. പിന്നെ ദച്ചുവിനെ ഇന്നലെ പഠിപ്പിച്ച ഒരു പാട്ട് പാടിയേ, വീടിന്റെ പാട്ട് പാടിയേ. എന്ത് നല്ല വീട്, എന്ത് നല്ല വീട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, വീട്ടിൽ കളപ്പടിയ മുത്തച്ചി, പാട്ട് പാടാൻ തത്തമ്മ. അത്രേ ഉള്ളൂ. പിന്നെ ഏതാണ്? ഒരു ഡാൻസ് കളിച്ച് നോക്കട്ടെ. ദച്ചു ട്യൂഷന് പോവാ? എന്ത് പറ്റി? കൊതുണ്ടോ? അതെന്താ നിന്നെ മാത്രം? അവിടെ കൊതുന്ന് ഞാൻ കണ്ടിട്ടില്ലല്ലോ. നിന്നെ മാത്രമേ കടിക്കത്തുള്ളോ? അതെന്ത് പറ്റി? അയ്യോ, ആന്റി പാവല്ലേ, ദച്ചുനെ ഭയങ്കര ഇഷ്ടമല്ലേ? അതെന്താണ് എഴുതിപ്പിക്കുമെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് തോന്നുന്നത്. എന്താണ് എഴുതിപ്പിക്കണേ? മിടുക്കി. പിന്നെ നീ എങ്ങനെ പഠിക്കും?